സാമൂതിരിക്ക് തിരുനാവായ പിടിച്ചടക്കാനും അതുപോലെ തന്നെ മാമാങ്കത്തിന്റെ രക്ഷാധികാരിയാകുന്നതിനും അതേപോലെ തന്നെ മാമാങ്കം എന്ന് പറയുന്ന ഉത്സവം പിന്നീട് ചോരക്കളവുമായിട്ടൊക്കെ മാറാനുണ്ടായ ഒരു കാരണമുണ്ട്. ആ കാരണത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു കൂറു മത്സരത്തിലാണ്. ഈ കൂറു മത്സരം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ പുറകിൽ കാണുന്നത് ഗ്രൗണ്ട് ഒന്നുമല്ല, ഇത് ഭാരതപ്പുഴയാണ്. അപ്പൊ ഇതിന്റെ കുറച്ചപ്പുറത്താണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉള്ളത്. അവിടെ വെള്ളം തടഞ്ഞു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിലും വെള്ളം കുറവാണ് ഈ സമയത്ത്. അപ്പോ ഈ ഫ്രണ്ട് ക്യാമറ കുറച്ച് കമ്മിയാണ്, അതായത് അതിന്റെ ക്ലാരിറ്റി കമ്മിയാണ്, അതാണ് വീഡിയോ ക്വാളിറ്റി കുറച്ച് കമ്മിയുള്ളത്. അപ്പോൾ ഇതിന്റെ കുറച്ചപ്പുറത്തായിട്ട് വെള്ളമൊക്കെ കാണാം, ഭാരതപ്പുഴയുടെ വെള്ളമൊക്കെ കാണാം. നമ്മൾ ഈ കൂറു മത്സരത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എൻട്രാകൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ഈ കൂറു മത്സരത്തിന്റെ വേദിയായിട്ടുള്ള പന്നിയൂരിലേക്കാണ്. ഈ പന്നിയൂർ എന്ന് പറയുന്നത് ശുഖപുരം ഗ്രാമത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ പന്നിയൂർ കൂറും ചൊവ്വറ കൂറും ആയിട്ടുള്ള മത്സരത്തിന്റെ ഫലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചിട്ടുള്ള രേഖകൾ വളരെ കുറവാണ്. കെ വി കൃഷ്ണയ്യരുടെ പുസ്തകത്തില്, അതുപോലെ NM നമ്പൂതിരിയുടെ ഒരു പുസ്തകത്തിൽ, പിന്നെ ഒരു മാത്യൂസ് എന്ന് പറയുന്ന ആളുടെ പുസ്തകത്തിൽ, ഇതൊക്കെ കുറച്ചുകൂടി വിശദമായി പറഞ്ഞിട്ടുള്ള കെ വി കൃഷ്ണയ്യരുടെ പുസ്തകത്തിലാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കാതിരിക്കുക. പുതുതായിട്ട് എന്തെങ്കിലും ഒരു ഇത് കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ ഇതില് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത്. അതിനെ ഒരു കുറച്ച് വായിച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്ത് അത് വീണ്ടും ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ ഭാരതപ്പുഴയുടെ രണ്ട് വശത്തുമായിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ കൂടുതലും ശിവക്ഷേത്രവും പിന്നെ വിഷ്ണു ക്ഷേത്രവുമാണ്. അപ്പൊ ഈ പന്നിയൂരുള്ള ഈ ക്ഷേത്രം എന്ന് പറയുന്നത് 108 മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. നമ്മൾ അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വഴിയെ പറഞ്ഞു തരാം, അവിടെ ക്ഷേത്രം കണ്ടുകൊണ്ട് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ കുറച്ച് ഐതിഹ്യമുണ്ട്, കുറച്ച് ചരിത്രമുണ്ട്. ഏത് വേണമെങ്കിലും വിശ്വസിക്കാം. അതിൽ ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ എടുക്കുക, തെറ്റെന്ന് തോന്നുന്നത് തള്ളിക്കളയുക. ഓക്കെ, പുഴ അങ്ങനെ കണ്ടുകൊണ്ട് നമുക്കിത് തുടങ്ങാം. ഈ കൂറു മത്സരം എന്താണ്, അത് എപ്പോൾ തുടങ്ങി, എങ്ങനെ അവസാനിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. അതിലെ കൂറു മത്സരം എന്താണെന്നുള്ള കാര്യം പറയാം. അതേ സമയത്ത് കൂറു മത്സരം എന്ന് തുടങ്ങിയെന്നോ എപ്പോൾ അവസാനിച്ചു എങ്ങനെ അവസാനിച്ചു എന്നതിനെ കുറിച്ചോ വ്യക്തമായ രേഖകളൊന്നുമില്ല. പൊന്നാനിയിലാണ് ഈ പന്നിയൂർ എന്നതും അതുപോലെ ചൊവ്വാരം എന്ന് പറയുന്ന ഈ രണ്ട് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിലെ ശുഖപുരത്തിന്റെ ഭാഗമായിരുന്നു പന്നിയൂര് എന്നും ചില രേഖകൾ കാണുകയുണ്ടായി. അപ്പൊ ഈ രണ്ട് നമ്പൂതിരി ഗ്രാമങ്ങൾ തമ്മിലുള്ള പകയാണ് പിന്നീട് ഒരു യുദ്ധത്തിൽ കലാശിക്കുന്നത്. ഈ ഒരു യുദ്ധം മൂലം ശത്രുതയുള്ള രണ്ട് വിഭാഗങ്ങൾ ഈ രാജ്യമെന്ന് പറയുന്നത് മലയാള നാടിനെ രണ്ടായി വിഭജിച്ചു. അങ്ങനെ അതൊരു രാഷ്ട്രീയമായ അനൈക്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു. പരശുരാമൻ എന്നത് ഐതിഹ്യമാണോ ചരിത്രമാണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ചരിത്രമാണെന്നും ഐതിഹ്യമാണെന്നും വാദിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം നമ്മൾ പറയുന്നില്ല. എന്തായാലും നമുക്ക് ഈ റോഡ്, ഇത് കുറ്റിപ്പുറം തൃത്താല പട്ടാമ്പി റോഡാണ്. കുമ്പിടി എത്തുന്നതിന് തൊട്ട് മുന്നാണ് നമുക്ക് ഈ വരാഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോകേണ്ട വഴി. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇത് ഭൂമിദേവി ക്ഷേത്രമാണ്. ഇതെല്ലാം ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ്. ഇതിന്റെ ഒരു വശത്താണ് വരാഹമൂർത്തി ക്ഷേത്രം. അത് തകർന്നിരിക്കുകയാണ്. അതിന്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഞാൻ വന്ന് കയറിയത് നമ്മൾ വടക്കു ഭാഗത്തുള്ള ഗേറ്റിലൂടെയാണ്. ഇതിന് കിഴക്ക് ഭാഗത്തൊരു ഗേറ്റ് ഉണ്ട്, പടിഞ്ഞാറ് ഭാഗത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോകേണ്ടത്, നമുക്ക് ഈ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ക്ഷേത്രം, അതാണ് തകർന്നു കിടക്കുന്നത്. അത് വരാഹമൂർത്തി ക്ഷേത്രമാണ്. അപ്പൊ അതിന്റെ കുറെ കല്ലുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ഇതൊക്കെ കുറെ മൂർത്തികൾ പിന്നെ വന്നിട്ടുണ്ട്. ഇപ്പോ നമ്മള് ഈ കാണുന്ന ഇതൊക്കെ ഇപ്പൊ അവര് പുതുതായിട്ട് നവീകരിച്ചതാണ്. ഈ റോഡിന്റെ ഈ നടപ്പാതയൊക്കെ പരശുരാമനാണത്രേ
പന്നികളെ ആരാധിക്കുന്നവരും പക്ഷികളെ ആരാധിക്കുന്നവരുമായി രണ്ട് വിഭാഗങ്ങളായിട്ട് ഈ ആളുകളെ കേരളത്തിൽ തിരിച്ചത് എന്ന് ഒരു പുസ്തകത്തിൽ കാണാനുണ്ട്. വേറെയും ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. കുലശേഖര പെരുമാളിന്റെ കാലത്തുള്ള അവര് ആ ഇതിനെ കുറിച്ചിട്ട് ഒരു ഐതിഹ്യമുണ്ട്. വിദേശ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതാണ് പഴയ ആ തകർക്കപ്പെട്ട ക്ഷേത്രത്തിന്റെ അവശിഷ്ടം. നമ്മൾ കയറുമ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ഇത് കാണിച്ചത്, ഇത് വരാഹത്തിന്റെ ചിത്രമാണ് തോന്നുന്നു ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്, പന്നിയുടെ ചിത്രം. അതായത് ദശാവതാരത്തിലത്തെ ഒരു അവതാരമാണ് ഈ വരാഹം. അപ്പൊ അതുകൊണ്ട് മഹാവിഷ്ണുവിന്റെ രൂപമായിട്ട് ആണ് കണക്കാക്കുന്നത്. ഈ ദശാവതാരവും ഡാർവിന്റെ പരിണാമ സിദ്ധാന്തവുമായിട്ട് ബന്ധമുണ്ട് കേട്ടോ. കാരണം ഗ്രീക്കിലുള്ള കുറച്ച് സംസ്കാരമായിട്ട് നമ്മളെ ഇവിടുത്തെ സംസ്കാരമായിട്ടൊരു ബന്ധമുള്ളത് പോലെ തന്നെ, കാരണം മത്സ്യം കൂർമ്മ വരാഹം എന്ന് പറയുന്ന പോലെ ജലത്തിൽ നിന്നാണ് മറ്റുള്ള എല്ലാതും ഉണ്ടായത് എന്നുള്ള ഡാർവിന്റെ ആ പരിണാമ സിദ്ധാന്തവുമായിട്ട് ഒരു ചെറിയൊരു ബന്ധം ദശാവതാരമായിട്ടുണ്ട് എന്നുള്ള ഒരു വിധം എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ഇത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ ഈ ഭാഗം ഒന്നും ചെയ്തിട്ടില്ല. വലിയ കല്ലുകളാണ്. ഇവിടെ കണ്ടോ, ഈ കല്ലുകളിലൊക്കെ തൂണുകളായിരുന്നു ഉണ്ടായിരുന്ന സംശയമുണ്ട്. ഇത് ശ്രീകോവിലിന്റെ ഭാഗമായിരുന്നു തോന്നുന്നു പഴയ കാലത്ത്. എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. കാരണം ഇത് കുറെ മുന്നേ ഉള്ളതാണ്. ആദ്യകാലങ്ങളിലെ നമ്പൂതിരിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവാസ കേന്ദ്രമായിരുന്നു അത്ര പന്നിയൂര്. ഐതിഹ്യപ്രകാരം പരശുരാമൻ 64,000 പേരില് 4,000 പേർക്ക് മാത്രമായിരുന്നു അത്ര ആയുധങ്ങൾ സമ്മാനിച്ചത്. ഇതായിരുന്നു അത്ര യഥാർത്ഥത്തിലുള്ള കഴകങ്ങൾ. അതായത് പെരിഞ്ചല്ലൂർ, ചെങ്ങണ്ടിയൂർ, പറപ്പൂർ എന്നീ കഴകങ്ങളെക്കാളും ഉയർന്ന സ്ഥാനം ഇവർക്കുണ്ടായിരുന്നു, അതായത് പന്നിയൂർക്കുണ്ടായിരുന്നു എന്ന്. വരാഹത്തിന്റെ രൂപമൊന്നും കല്ലിൽ കൊത്തിവെച്ചിട്ടൊന്നുമില്ല. പക്ഷെ കല്ലില് കുറച്ച് വരകളാണ് ഇവിടെ കാണുന്നത്. കല്ലിന്റെ മുകളിൽ ഇങ്ങനെ വരകളായിട്ട് കൊത്തിവെച്ചിരിക്കുകയാണ്, കണ്ടല്ലേ? അങ്ങനത്തെ ഒരു കല്ല് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, അത് കൊത്തിവെച്ചിരിക്കുകയാണ്. ഇത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ, അതായത് തെക്കേ ഭാഗത്തു നിന്നുള്ള ഇതാണ് ഈ കല്ല്. ഇത് പഴയ ആ പാരമ്പര്യം അത് കാണിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു. ആ കല്ല് അവിടുന്ന് ഇളക്കിയിട്ടില്ല. കയറുമ്പോൾ ഉള്ള ശ്രീകോവിലിന്റെ ഭാഗമാണത്. ഉണ്ടോ? നല്ല ഒരു പഴയ ഒരു ക്ഷേത്രം. ഇത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യ കാലഘട്ടങ്ങളിൽ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ പന്നിയൂരിൽ നിന്ന് ഒരു 8-9 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൊവ്വാരവും അതുപോലെ ശുഗപുരത്തും എത്താം. പരശുരാമൻ സ്ഥാപിച്ച 64 സെറ്റിൽമെന്റ് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പായിട്ടുള്ള ആളുകളെ സ്ഥാപിച്ചിരുന്ന ആ സ്ഥലങ്ങളില് ഇവരും പെടും. അതായത് ശുഗപുരവും ചൊവ്വാരവും പെടും. അപ്പൊ 12 വർഷത്തിലൊരിക്കല് യാഗം നടത്തുന്നവരുടെ പേരുകളൊക്കെ ഇവിടെ അതാത് കൂറുകാര് അവിടെ എഴുതി സൂക്ഷിച്ചിരുന്നു, രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്നു. പന്നിയെ ആരാധിക്കുന്നവരിലും അതുപോലെ തന്നെ പക്ഷിയെ ആരാധിക്കുന്നവരിലും വിദേശീയമായിട്ടുള്ള ഇടപെടലുകളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതായത് രാഷ്ട്രകൂടന്മാര് ശൈവരായതുകൊണ്ട് അവർ പന്നിയൂരിനെതിരെ ചൊവ്വാരത്തെ സഹായിച്ചെന്നും വിഷ്ണുവിന്റെ അവതാരമായ വരാഹത്തെ ആരാധിക്കുന്ന ചാലൂക്യര് പന്നിയൂരിനെ സഹായിച്ചു എന്നും പറയുന്നു. അത് ശാസ്താവിന്റെ ക്ഷേത്രമാണ്. ഇതൊക്കെ പിന്നീട് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ്. കൂറുമത്സരം തുടങ്ങിയത് എന്ന് മുതൽക്കാണെന്ന് ഉറപ്പൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അവസാനിച്ചു എന്നാണെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂതിരിമാരെ പ്രതിനിധീകരിച്ച് ഈ 2 ഗ്രാമങ്ങളും 9-ാം നൂറ്റാണ്ടിന് മുൻപേ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു. കൂറ് മത്സരത്തിന് ആക്കം കൂട്ടിയത് പന്നിയൂരാണെന്ന് വിചാരിക്കാം. കാരണം ഈ ഗ്രാമത്തിലെ വസിക്കുന്ന ആളുകള് ചില വിശ്വാസത്തിന്റെ മുകളില് അവർ വിഭജിക്കപ്പെടുകയാണ്. അതായത് ചില ആളുകള് അവര് തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് പുതുതായിട്ട് വിദ്യാഭ്യാസമൊക്കെ നേടിയെടുത്തപ്പോൾ ഒരു നൂതനമായ ആശയങ്ങളൊക്കെ അവര് ഉൾക്കൊണ്ടു. മറ്റു ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇവർ തമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പുതുതായിട്ടുള്ള, അതായത് പുരോഗമനവാദികളായിട്ടുള്ള ആളുകള് മറ്റ് സ്ഥലങ്ങളിലുള്ള പുരോഹിതരെ കൊണ്ടുവന്ന് പുതിയ രീതിയിലുള്ള ആരാധനക്രമം നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതൊരു മത്സ്യക്കുളമാണ് ക്ഷേത്രത്തിലെ.
ഇപ്പൊ നിർമ്മിച്ചതാണ്. കുളം ആദ്യം ഉണ്ടായിരിക്കും, പക്ഷെ ഇവരത് നവീകരിച്ചതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതിനെ എതിർക്കുന്ന ആൾക്കാര് ഒരു ദിവസം വരാഹമൂർത്തിയുടെ ക്ഷേത്രത്തിലെ, നമ്മളിപ്പോ കണ്ടില്ലേ, അവിടുത്തെ ആ വിഗ്രഹത്തിന്റെ തലയ്ക്ക് മുകളിൽ ചുട്ടുപഴുത്ത ഒരു പാത്രം കൊണ്ടുവന്ന് വെച്ചു. അവര് നശിപ്പിച്ചു, ക്ഷേത്രം നശിപ്പിച്ചു എന്നാണ്. അപ്പോ ഇതിനെക്കുറിച്ച് കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം സ്വന്തം ഇതിൽ തന്നെയുള്ള നമ്പൂതിരിമാരായ ആളുകൾ തന്നെ ഇങ്ങനെ ക്ഷേത്രം നശിപ്പിക്കുമോ, അങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ ബ്രാഹ്മണരുടെ രക്ഷകരായിട്ട് കണക്കാക്കിയിരുന്ന സാമൂതിരി ഈ നശിപ്പിച്ച ആൾക്കാരെ നമ്പീശനാക്കി ജാതിയിൽ തരം താഴ്ത്തിയത്രേ. പിന്നീട് 12,000 രൂപ പിഴ അടച്ചതിന് പകരമായിട്ട് ഇവരെ വീണ്ടും അവരുടെ നമ്പൂതിരി സ്ഥാനം തിരിച്ച് നൽകി എന്നും ഒക്കെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പതുക്കെ അയൽദേശത്തുള്ള ചൊവ്വാരം, പെരിഞ്ചല്ലൂര്, പറപ്പൂർ, ചെങ്ങന്നിയൂർ എന്നിവയെക്കാളും പ്രാധാന്യമുള്ളതായിട്ട് ഉയർന്നു വന്നു അത്രേ. അപ്പൊ ഇവരുടെ ഈ അഭിവൃദ്ധി ഒക്കെ കണ്ടപ്പോ ഇതിനൊക്കെ കാരണം ഇവരുടെ പരമശിവനോട് അല്ലെങ്കിൽ പരമശിവനെ ആരാധിക്കുന്നത് കൊണ്ടാണ് എന്ന് പന്നിയൂരുകാര് കരുതി. പന്നിയൂരുകാരും പരമശിവനെ ആരാധിക്കാൻ തീരുമാനിച്ചു. അതിന് പരമശിവന്റെ ഏറ്റവും രൗദ്ര രൂപം അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ള ആരാധനാമൂർത്തിയായിട്ട് കണക്കാക്കുന്ന ദക്ഷിണമൂർത്തിയെ തന്നെ അവർ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു. പന്നിയൂരുകാര് ഈ പ്രതിഷ്ഠ നടത്തിയാൽ അത് തങ്ങൾക്ക് ദോഷമാകുമോ എന്ന് ശുഗപുരത്തുള്ള അല്ലെങ്കിൽ ചൊവ്വാരം കൂറുകാര് ഭയപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഈ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഈ വിഗ്രഹം അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. രോഷാകുലരായ പന്നിയൂരുകാര് ചൊവ്വാരം ഗ്രാമം ആക്രമിച്ച് എല്ലാം കത്തിച്ചു നശിപ്പിച്ചു. ആക്രമണത്തിന് വിധേയമാകപ്പെട്ടവർ ആറങ്ങോട്ട് സ്വരൂപത്തെയും അതുപോലെ തന്നെ പെരുമ്പടപ്പ് സ്വരൂപത്തെയും സമീപിച്ചു. ഈ ആക്രമണത്തിൽ വിജയിച്ച ആൾക്കാര് നെടിയൊരുപ്പിനെയും സമീപിച്ചു. പതുക്കെ ഈ പരസ്പര പക കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പടർന്നു. പരസ്പരം ഇവര് തമ്മിൽ യോജിക്കുകയില്ല എന്ന് അവര് ശപഥമെടുത്തത്രേ. അപ്പോ ഇവരുടെ വസ്ത്രധാരണത്തിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ നെറ്റിയിൽ കുറിയിടുന്ന ചന്ദനക്കുറിക്ക് വ്യത്യാസമുണ്ട്. എന്തിനധികം പറയുന്നു, കറിക്ക് ഈ പച്ചക്കറി നുറുക്കുന്നതിൽ പോലും വ്യത്യാസം പുലർത്തിയിരുന്നു അത്ര. എല്ലാം ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരിൽ നിന്ന് വിഭിന്നമായിട്ട് അത്ര നിന്നിരുന്നത്. ഈ പ്രദേശങ്ങളെല്ലാം തിരുമനശ്ശേരി നാടിന്റെ ഭാഗമായിരുന്നു. ഈ തിരുമനശ്ശേരി നാട് ഭരിച്ചിരുന്ന ആള് നമ്പൂതിരി ആയിരുന്നു. ആ നമ്പൂതിരി ആയിരുന്നു ഇവിടുത്തെ നമ്പൂതിരിമാരുടെ മേൽക്കോയ്മ അല്ലെങ്കിൽ നേതാവ്. അപ്പൊ ഒരു ഭാഗത്ത് ആറങ്ങോട്ട് സ്വരൂപത്തിന്റെയും മറുഭാഗത്ത് കൊച്ചി രാജാവ് അഥവാ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ഇടയിൽപ്പെട്ടിട്ടുള്ള ഈ സ്ഥലം വളരെയധികം എപ്പോഴാണെങ്കിലും നഷ്ടപ്പെടാമെന്ന് തോന്നിയപ്പോഴാണ് ഈ തിരുമനശ്ശേരി നമ്പൂതിരി നേരെ സാമൂതിരിയെ സമീപിക്കുന്നത്. അപ്പൊ സാമൂതിരിയെ സഹായിക്കുന്നതിന് പകരമായിട്ട് പൊന്നാനി അദ്ദേഹം വിട്ടുകൊടുക്കുന്നു. പിന്നീട് പൊന്നാനി അത് സാമൂതിരി നോക്കി നിൽക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന് വ്യാപാരത്തിനും മറ്റു കാര്യങ്ങൾക്കും ഈ പൊന്നാനി ആവശ്യമായിരുന്നു. അങ്ങനെയാണ് മുസ്ലിങ്ങളെ സാമൂതിരി പൊന്നാനി താമസിപ്പിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം നേരെ തിരുനാവായ ആക്രമിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ വേറെ ചെയ്തിരുന്നു. പള്ളിമാറടി എന്ന് പറയുന്നത് വളരെ വലിയൊരു ഘോര യുദ്ധത്തിലേക്ക് നീങ്ങിയത്. കാരണം വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്ന് കരുതിയ യുദ്ധം കൊല്ലങ്ങളോളം നീണ്ടുപോയി. വള്ളുവക്കോനാതിരിയെ സഹായിച്ചിരുന്നത് തിരുമാന്താംകുന്ന് ഭഗവതിയാണ് എന്ന് സാമൂതിരി കരുതി. എന്നിട്ട് പിന്നീട് സാമൂതിരി ഒരു തിരുമാന്താംകുന്ന് ഭഗവതിയെ അദ്ദേഹത്തിന്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ വേറെ ചെയ്തിരുന്നു. അങ്ങനെ കൊണ്ടുവന്നു. അതിന്റെ ഇടയ്ക്ക് വള്ളുവക്കോനാതിരിയുടെ ഇളങ്കൂറിൽപ്പെട്ട 2 രാജകുമാരന്മാര് ഇതിൽ വധിക്കപ്പെടുകയാണ് യുദ്ധത്തില്. അതോടെ യുദ്ധം സാമൂതിരിക്ക് അനുകൂലമായി. വള്ളുവക്കോനാതിരി തിരുനാവായ ഉപേക്ഷിച്ച് പോകുന്നു. ഇത് ഞാൻ വരുന്ന വഴിക്ക് കണ്ട ഒരു പഴയ ഒരു പഠിപ്പരയാണ്. ഒരു കൗതുകത്തിൽ ഇത് വീഡിയോ എടുത്തതാണ്, നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഇത് മാത്രം അവർ പൊളിച്ചു കളഞ്ഞിട്ടില്ല, ബാക്കിയുള്ളതൊക്കെ പൊളിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് സംരക്ഷിക്കാനാണോ എന്താണെന്ന് എനിക്കറിയില്ല. ആ ഭാഗം ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം. സാമൂതിരിയുടെ അരിയിട്ട് വാഴ്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നത് ഈ പന്നിയൂർക്കൂറുകാരെ ആയിരുന്നു. അവരുടെ ഈ അവകാശം പിന്നീട് പോയി. കാരണം
ഹിരണ്യഗർഭം നടത്താൻ ഇവർ വിസമ്മതിച്ചു. ഹിരണ്യഗർഭം എന്ന് പറയുന്നത് സാമൂതിരിയെ ക്ഷത്രിയനാക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പൊ അതിന് പന്നിയൂർക്കാര് സമ്മതിച്ചില്ല. അതിന് പകരമായിട്ട് സാമൂതിരി പിന്നെ ചൊവ്വരക്കൂറുകാരെ ക്ഷണിക്കാൻ തുടങ്ങി. അപ്പൊ ചൊവ്വരക്കൂറുകാര് പിന്നീട് സാമൂതിരിയുടെ സ്ഥിരം അരിയിട്ടുവാഴ്ചയ്ക്ക് വരാൻ തുടങ്ങി. പന്നിയൂർക്കാരും ചൊവ്വരക്കൂറുകാരും തമ്മിലുള്ള പക എങ്ങനെ തീർന്നു എന്നൊന്നും അറിയില്ല. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അരിയിട്ടുവാഴ്ചയ്ക്ക് എങ്ങനെയാണ് ഇവർ വന്നിരുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ, അത് വേണ്ടവർക്ക് അത് കാണാം. പിന്നെ പള്ളിമാറടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സാമൂതിരി ആറങ്ങുട്ടിരി അഥവാ വള്ളുവക്കോനാതിരിയെ തോൽപ്പിച്ചതെന്നും തിരുനാവായ കരസ്ഥമാക്കിയതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.